ഭാരതീയ ദർശനങ്ങളെപ്പറ്റിയും ചരിത്ര പുരുഷന്മാരെ പറ്റിയുമൊക്കെ ധാരാളം വികലങ്ങളായ പല വീക്ഷണങ്ങളും ഇന്ന് സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട്. തീർച്ചയായിട്ടും അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കഥകളിലൊന്ന് മഹാഭാരതത്തിലെ പ്രധാനികളിൽ ഒരാളായിരുന്ന കർണനെ പറ്റിയാണ്. നല്ലതും ചീത്തയുമായ പലതും കർണനെപ്പറ്റി പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. അങ്ങനെ കേട്ട ഒന്നാണ്, ഒട്ടേറെ കഴിവുകളുള്ള ഒരു പ്രതിഭയായിരുന്നു എന്നും പ്രകൃതിയുടെ അനുഗ്രഹം, അതായത് ഈശ്വരാനുഗ്രഹം ഇല്ലാത്തതിനാലാണ് പരാജയങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നും. ഇത് വാസ്തവമുള്ളൊരു നിരീക്ഷണം പോലെ തോന്നി. സ്വാമിജി അദ്വൈതാശ്രമം യൂട്യൂബ് ചാനൽ വഴി അതേപ്പറ്റി പറയാമോ? മഹാഭാരതത്തിൽ കർണനെന്നല്ല, എല്ലാ വ്യക്തികളും സമ്മിശ്രങ്ങളായ ഒട്ടനവധി ഗുണങ്ങളുടെ ആകരങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങളായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത്. നന്മ മാത്രം ആരിലും കാണാൻ സാധിക്കില്ല, തിന്മ മാത്രം ആരിലും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ നന്മയുടെ ആധിക്യമുള്ളവരെ നമ്മൾ സദ്വിഭാഗത്തിൽ പറഞ്ഞെന്ന് വരും, തിന്മയുടെ ആധിക്യമുള്ളവരെ നമ്മൾ സദ്വിഭാഗത്തിൽ പറയില്ല. അത്രയേ ഉള്ളൂ. അതിനർത്ഥം അവർക്ക് നന്മയില്ലെന്നോ തിന്മയില്ലെന്നോ അല്ല. ഒരു വ്യക്തി പോലും ഗുണദോഷ സമ്മിശ്രമല്ലാത്ത ഘടനയോടുകൂടി ഈ ലോകത്തിലില്ല. ഇപ്പോൾ വ്യാസഭഗവാൻ നമുക്ക് മഹാഭാരതം എന്ന വലിയൊരു ക്യാൻവാസിനെ വരച്ചു തന്നു. ചെറുതല്ല. ഹരിവംശം എന്ന കിലഭാഗം കൂടി ഉൾപ്പെടുത്തിയാൽ 1,25,000-ത്തിലധികം ശ്ലോകങ്ങൾ വരുന്ന അതിബൃഹത്തായ ഒരു ക്യാൻവാസ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കഥകളും ഉപകഥകളുമായിട്ടുള്ള ക്യാൻവാസ്. അതിൽ നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികൾ എല്ലാം തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ്. ആശയങ്ങൾ അറിയാം, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. അറിയുന്നില്ല എങ്കിലും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള സമ്മിശ്ര ഭാവങ്ങൾ, പല താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു പല വ്യക്തികൾ. അപ്പം അവരെ കാണിച്ചു തരുന്നതിലൂടെ ലോകജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവ്യമാണ്, ഇത്ര കരുതൽ വേണം, ഇത്രക്കേറെ ഔന്നത്യമുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആവാം, അതുകൊണ്ട് അത്തരം അധപ്പതനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്നുള്ള പ്രായോഗിക പാഠങ്ങളെ തരും വിധമാണ് വ്യാസഭഗവാൻ ഈ ഒരു ക്യാൻവാസ് ഒരുക്കിയിട്ടുള്ളത്. ഇനി കർണനെക്കുറിച്ചാണെങ്കിൽ, കർണൻ ഒരുപാട് മികവുകൾ, മഹിമകളുണ്ടായിരുന്നു, ഒട്ടനവധി. അതേസമയത്ത് ദോഷങ്ങളുമുണ്ട്. ഇനി ഈ ഗുണം ദോഷം എന്ന് രണ്ട് നമ്മൾ പറയുന്നത് ആപേക്ഷികമാണ്. നിരപേക്ഷമായിട്ട് എന്താ ഗുണം, എന്താ ദോഷം? നിരപേക്ഷമായിട്ട് ഗുണമില്ല, ദോഷമില്ല. അത് ചിന്തിക്കുക. അപ്പോൾ ഒരാളുടെ ദൃഷ്ടിയിൽ സാപേക്ഷമായി നല്ലത് എന്ന് പറഞ്ഞത് മറ്റൊരു ദൃഷ്ടിയിൽ ദോഷാവില്ലേ? അർജുനൻ ഒഴിച്ച് മറ്റാരെയും ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞതിനെ കർണൻ്റെ കേമത്തായിട്ട് പലരും പറഞ്ഞെന്ന് വരും. അതേ ദൃഷ്ടി മറ്റൊരു ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ കർണൻ്റെ വിഡ്ഢിത്തരായിട്ട് അതിനെ കണ്ടൂടെ? എന്തിനാ അങ്ങനെ പറഞ്ഞ? ഒരു യുദ്ധമാണ്. യുദ്ധത്തിൽ എന്തിനാ ഇന്ന ആൾക്കാരെ കൊല്ലില്ല എന്ന് പറയണത്? നേർക്ക് വരുന്ന പ്രതിയോഗിയെ കൊല്ലില്ലേ യുദ്ധത്തിൽ വേണ്ടത്? അത് അമ്മ ആവശ്യപ്പെട്ടില്ലേ? അമ്മയോട് എന്തെങ്കിലും പറയണ്ടേ? അമ്മ തന്നെയാണ്. അമ്മ എവിടെ പോയിരുന്നു ഇത്രയും കാലം എന്ന് തിരിച്ചു ചോദിച്ചാലോ? അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ ആ പക്ഷത്തിനനുസൃതമായതിനെ നല്ലതെന്ന് പറയും, ആ പക്ഷത്തിന് വിരുദ്ധമായതിനെ ദോഷം എന്ന് പറയും. ഇതല്ലാതെ നന്മ തിന്മകൾ നിരപേക്ഷമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി പ്രകൃതിയുടെ അനുഗ്രഹം കർണനില്ല എന്ന് എങ്ങനെ നമ്മൾ പറയും? അനുഗ്രഹം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ കർണൻ ഇത്ര വലിയ പ്രഭാവശാലിയും പ്രതാപശാലിയുമായത്.
കർണൻ്റെ പേരിൽ ഒരു പർവ്വം തന്നെ എന്തുകൊണ്ട് മഹാഭാരതത്തിൽ വന്നു? അത്ര പ്രസക്തനല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ കർണൻ്റെ പേരിൽ പർവ്വം വരുമോ? ഇല്ലല്ലോ. കൊല്ലപ്പെട്ടു, മരിച്ചു എന്നുള്ളത് കൊണ്ട് മഹിമ ഇല്ലാതാകുന്നുണ്ടോ? ആരാ മരിക്കാത്തെ? ആരാ കൊല്ലപ്പെടാത്തെ? അനുഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അംഗരാജാവായി വാഴ്ത്തപ്പെട്ടില്ലേ? വലിയൊരു സേനാവിഭാഗത്തിൻ്റെ തലവനായില്ലേ? സർവരാലും ആദരിക്കപ്പെട്ട അവസ്ഥ കർണനുണ്ടായില്ലേ? ധീരമായി പോരാടി അവസാനം വരെ പിടിച്ചു നിന്നില്ലേ? ധീരമായി പോരാടി അവസാനം വരെ പിടിച്ചു നിന്നില്ലേ? യുദ്ധനീതിക്കനുസരിച്ച് നോക്കിയാൽ ശരിയല്ല എന്ന് തോന്നുന്ന വിധമല്ലേ പ്രതിയോഗികൾക്ക് കർണനെ കൊല്ലാൻ പോലും സാധിച്ചുള്ളൂ. അതിന് ശ്രീകൃഷ്ണൻ പോലും കൂട്ടുനിന്നില്ലേ? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു ഭാഗം പറഞ്ഞാൽ പോരാ. അപ്പം അതുകൊണ്ട് പ്രകൃതിയുടെ അനുഗ്രഹം ഇല്ല എന്നൊന്നും ആരെ സംബന്ധിച്ചും പറഞ്ഞേക്കരുത്. സമഷ്ടിക്ക് അധീശനായ ഈശ്വരൻ ആരെയും പ്രത്യേകം അനുഗ്രഹിക്കുകയോ പ്രത്യേകം അനുഗ്രഹിക്കാതിരിക്കുകയോ ചെയ്യില്ല. അതൊക്കെ വ്യക്തിപരമായി മനുഷ്യന്മാരല്ലേ? അതെ, ഇവിടെ ചോദ്യം കർണന് പ്രകൃതിയുടെ അനുഗ്രഹം ഇല്ലായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അഭിപ്രായം ചോദിച്ചത്. കർണനിൽ തെറ്റില്ലെന്നോ തെറ്റുണ്ടെന്നോ അല്ല പറഞ്ഞത്. ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് എല്ലാ വ്യക്തികളെയും മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കർണന് പല വാശികളും ഉണ്ടായിരുന്നു. ആ വാശികൾ പ്രകടിപ്പിക്കാൻ അയാൾ സന്ദർഭം നോക്കിയിട്ടുണ്ട്. ആ സന്ദർഭത്തിന് വേണ്ടി ധർമ്മവിരുദ്ധമായി നീതിക്ക് നിരക്കാത്ത പലതും ചെയ്യുന്നതിന് പ്രേരണയായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ദോഷം എന്ന് പറഞ്ഞത്. ഗുണമുണ്ട്. എല്ലാ വ്യക്തികളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനാണ് മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ നമ്മുടെ മുമ്പിൽ അവൻ്റെ ജീവിതം വരച്ചു വെച്ചത്. അതിന് ഉൾക്കൊള്ളേണ്ട പാഠം ഇങ്ങനെയൊന്നും വയ്യ, ഇങ്ങനെയൊക്കെ വേണം എന്നുള്ള നിലയ്ക്കാണ്. അത്രേ പറയാൻ പറ്റൂ, അല്ലാതെ പറയാൻ പറ്റില്ല.